മാധ്യമങ്ങൾ വലിയ ക്യാമ്പയിൻ സ്വാഭാവികമായിട്ടും പണിമുടക്ക് സമരത്തെയും പ്രക്ഷോഭങ്ങളെയും എതിരായിട്ടാണ് സാധാരണ അവർ കൈകാര്യം ചെയ്യുക. ഇന്നലെ ഒരു മാധ്യമം വിദേശികളായ രണ്ടുപേരോട് പണിമുടക്ക് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. വളരെ വിചിത്രമായ ഒരു സംഭവമാണ് ഇന്നലെ കണ്ടത്. ഈ മൈക്കും കൊണ്ട് പോയാൽ വിചാരിച്ചത് രണ്ടും വിദേശികളാണല്ലോ. ആ രണ്ട് വിദേശികൾ അവരുടെ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് വിശദീകരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ മൈക്കിൽ നിന്ന് കിട്ടിയപ്പോൾ അവർ നൽകിയ മറുപടി കേരളം ഇപ്പോഴെല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരാൾ ഫ്രഞ്ചുകാരനും മറ്റൊരാൾ ജർമ്മൻകാരനുമായിരുന്നു. അവരുടെ നാട്ടിൽ 2 ആഴ്ച കൂടുമ്പോഴെല്ലാം അവകാശങ്ങൾക്കായി തൊഴിലാളികൾ പണിമുടക്കാറുണ്ട് എന്നും ഇതെല്ലാം സാധാരണ കാര്യമാണ് എന്നുമാണ് അവർ ഇതൊരു ഗൗരവമുള്ള പ്രയാസപ്പെടുന്ന ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ച വിദേശികളിൽ നിന്ന് വന്ന പ്രതികരണം അങ്ങനെയായിരുന്നു. ഞങ്ങളിത് എല്ലാ സന്ദർഭത്തിലും കാണുന്നതാണ്. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾക്കും മെച്ചപ്പെട്ട ജീവിതത്തിനുമായി തെരുവിലിറങ്ങുകയും പോരാട്ടം നടത്തുകയും ചെയ്യുന്നത് വർത്തമാനകാലത്തെ ലോക സാഹചര്യമാണ് എന്ന് അവർ പറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വല്ലാതെ ഈ മറ്റേ ഓരോ പണിമുടക്ക് വരുമ്പോഴും സ്വാഭാവികമായിട്ടും പത്രക്കാർ ഓരോരോ വാർത്ത ഉണ്ടാക്കി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ പണിമുടക്ക് തീരെ ശരിയായിരുന്നില്ല എന്ന് പറയാനാണ് ശ്രമിക്കൽ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരെ അവരുടെ പ്രതികരണം ചോദിച്ച് വാങ്ങാം. അങ്ങനെ പ്രതികരണം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എൻ്റെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ, ജർമ്മനിയിലും ഫ്രാൻസിലുമൊക്കെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും സമരമാണ്. അതെല്ലാം കണ്ടവരാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രയാസമൊന്നുമില്ല എന്ന് പറയുന്ന നിലയിലേക്ക് വന്നത് തൊഴിലാളികളെയും അതുപോലെ തന്നെ പണിമുടക്കിയവരെയും പരിഹസിക്കുന്ന നിലപാടിന് അനുകൂലമല്ല. നല്ല രീതിയിൽ ശക്തിയായി പ്രതികരിക്കുന്ന നിലപാടാണ് ഇത് അനുഭവിച്ചിട്ടുള്ള ആളുകൾ തന്നെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ജർമ്മൻകാരൻ്റെയും അതുപോലെ ഫ്രാൻസിൻ്റെയും ഭാഗമായിട്ടുള്ള 2 ആളുകൾ പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം. അപ്പോൾ വലിയ ഒരു പണിമുടക്ക് ലോകം ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ പണിമുടക്കിൽ അണിനിരന്ന മുഴുവൻ ആളുകളോടും അതിനോടൊപ്പം സഹകരിച്ച് കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ച് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാം ഈ സന്ദർഭത്തിൽ പൂർണ്ണമായി അഭിനന്ദിക്കുകയാണ്. സമരം വിജയിപ്പിച്ച എല്ലാ ജനങ്ങളോടുമുള്ള അഭിവാദ്യങ്ങൾ ഈ സന്ദർഭത്തിൽ ജാഥ മുന്നോട്ട് വെക്കുകയാണ്.